ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിനെ പെരുമ്പാവൂർ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല. ജയിലിൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ തിരിച്ചറിയൽ പരേഡ് നടത്തും. പ്രതിയെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചു. ഹെൽമറ്റ് ധരിച്ച് ശക്തമായ സുരക്ഷ ഒരുക്കിയാണ് പ്രതിയെ പോലീസ് കോടതിയിലെത്തിച്ചത്. വൈകിട്ട് 4:45ഓടെയാണ് പ്രതി അമീറുൽ ഇസ്ലാമിനെയും കൊണ്ടുള്ള പോലീസ് വാഹനവ്യൂഹം പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വളപ്പിലേക്ക് എത്തിയത്. മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി പ്രതിയെ 2 ആഴ്ചത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പോലീസ് ദേഹോപദ്രവം ഏൽപ്പിച്ചോ എന്ന മജിസ്ട്രേറ്റിന്റെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു പ്രതിയുടെ മറുപടി. തനിക്ക് നിയമസഹായം വേണമെന്ന പ്രതിയുടെ ആവശ്യത്തെ തുടർന്ന് കോടതി അഡ്വക്കേറ്റ് പി രാജനെ നിയമിച്ചു. ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് കോടതി നടപടികൾ പ്രതിയെ അറിയിച്ചത്. തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതിനാൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അബ്ദുൽ ജലീൽ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡിന് ശേഷം മറ്റ് നടപടികൾ പോലീസ് കൈക്കൊള്ളുന്നതായിരിക്കും. പോലീസ് കസ്റ്റഡിയോ മറ്റു ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡിന് ശേഷം ചെയ്യുന്നതായിരിക്കും. റിമാൻഡ് റിപ്പോർട്ടിൽ ഗ്രൗണ്ട് പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡാണ് മുഖ്യ കാരണം പറഞ്ഞിരിക്കുന്നത്. പ്രതിയെ പിന്നീട് കാക്കനാട് സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുപോയി. 15 മിനിറ്റ് മാത്രമാണ് കോടതി നടപടികൾ നീണ്ടുനിന്നത്. പ്രതിയെ കാണാനായി ആയിരങ്ങൾ കോടതി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ വൻ സുരക്ഷ പോലീസ് ഒരുക്കി. ഹെൽമറ്റ് ധരിച്ചാണ് പ്രതിയെ ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നും കോടതിയിലേക്ക് എത്തിച്ചത്. പ്രതിക്കെതിരെ രോഷം പ്രകടിപ്പിച്ച നാട്ടുകാരെ നിയന്ത്രിക്കാൻ പോലീസിന് ഏറെ പണിപ്പെടേണ്ടി വന്നു. തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപായി തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ട്. ഇതിനുള്ള അപേക്ഷ ഉടൻ മജിസ്ട്രേറ്റിന് സമർപ്പിക്കും. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ കാക്കനാട് സബ് ജയിലിനുള്ളിൽ വച്ചാകും തിരിച്ചറിയൽ പരേഡ് നടത്തുക. കൊലപാതക ദിവസം പ്രതിയെ ജിഷയുടെ വീടിന് സമീപത്ത് കണ്ട അയൽവാസിയായ സ്ത്രീ പ്രതിയെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ തെളിവെടുപ്പ് അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കൂ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. താൻ ആർക്കും ഒളിത്താവളം ഒരുക്കിക്കൊടുത്തിട്ടില്ലെന്ന് കെട്ടിടമുടമ ജോർജ് പോലീസിന് മൊഴി നൽകി. ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിനെ തനിക്ക് അറിയില്ലെന്നും ജോർജ് പറഞ്ഞു. ഒരു വിവരവും താൻ പോലീസിനോട് മറച്ചു വെച്ചിട്ടില്ലെന്നും പോലീസ് 2 തവണ തന്റെ മൊഴി എടുത്തിരുന്നുവെന്നും ജോർജ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. വിവരങ്ങൾ മറച്ചുവെച്ചതിന് കെട്ടിടമുടമയ്ക്കെതിരെ കേസെടുക്കാനുള്ള പോലീസ് തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജോർജിന്റെ വിശദീകരണം. ജിഷ കേസുമായി ബന്ധപ്പെട്ട് 100% ശാസ്ത്രീയ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ഇപ്പോൾ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് അന്വേഷണത്തെ ബാധിക്കും. കൂട്ടുപ്രതികളുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും DGP മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കാര്യങ്ങൾ ഞാൻ കേസിന്റെ ഡീറ്റെയിൽസ് പ്ലീസ് ഡോണ്ട് ആസ്ക്. ഞങ്ങൾ ഈ കേസ് എങ്ങനെ ബിൽഡ് ചെയ്തിട്ട് എത്ര സ്ട്രോങ് എവിഡൻസ് കോടതിയുടെ മുൻപാകെ കൊണ്ടുവരണം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബെസ്റ്റ് പോസിബിൾ എവിഡൻസ് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ പോകും. അതാണ് മെയിൻ ആണോ ഇപ്പോൾ. ദാറ്റ് ഈസ് ദ ചാലഞ്ച്. പിന്നെ ഈ ആളുടെ കൂടെ ആരോ ഉണ്ടായിരുന്നോ ആ കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ നോക്കിയിട്ട് പറയാം. പക്ഷേ നെക്സ്റ്റ് ആണ് ഇതിൽ ഈ ആൾക്ക് അതിനെ 100% കണക്ട് ചെയ്യണം. 100% സയന്റിഫിക് രീതിയിൽ കണക്ട് ചെയ്യണം. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളിക്ക് ഒടുവിൽ കുറ്റസമ്മതം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ ക്രമക്കേട് ഉണ്ടായതായി വെള്ളാപ്പള്ളി നടേശൻ സമ്മതിച്ചു. കന്യാകുമാരിയിൽ ചേർന്ന SNDP വാർഷിക പൊതുയോഗത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ കുറ്റസമ്മതം നടത്തിയത്. ഏറെ നാളത്തെ മൗനത്തിനൊടുവിലാണ് വെള്ളാപ്പള്ളി ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ ക്രമക്കേടുണ്ടായതായി ഒടുവിൽ വെള്ളാപ്പള്ളി സമ്മതിച്ചു. ചില UDF നേതാക്കന്മാർ ഭാരവാഹികളായ ശാഖകളിലാണ് ക്രമക്കേടുണ്ടായത്. ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം തനിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കന്യാകുമാരിയിൽ ചേർന്ന SNDPയുടെ വാർഷിക പൊതുയോഗത്തിലാണ് വെള്ളാപ്പള്ളി കുറ്റസമ്മതം നടത്തിയത്. മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പിൽ ക്രമക്കേടുള്ളതായി ആരോപിച്ചുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകിയിരുന്നു. ഇതേ തുടർന്ന് മൈക്രോ ഫിനാൻസിൽ ക്രമക്കേടുണ്ടായതായി വിജിലൻസ് നടത്തിയ രഹസ്യ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതി അടുത്ത് തന്നെ പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ ക്രമക്കേടുണ്ടായതായി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച നെല്ലായ കേസ് പ്രതികളുടെ ബന്ധുക്കളാണെന്ന BJP വാദം പൊളിഞ്ഞെന്ന് CPIM. വിവിധ ജില്ലകളിൽ നിന്നും ആളുകളെ ഇറക്കി നാട്ടിൽ കലാപമുണ്ടാക്കാനാണ് ശ്രമമെന്ന് RSS നടത്തുന്നതെന്നും ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ ആരോപിച്ചു.
ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് കൊലവിളി നടത്തിയതിന് നേതൃത്വം കൊടുത്തത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയും RSS പ്രചാരകനുമായ വിഷ്ണുവാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് CPIM നിലപാട് വ്യക്തമാക്കിയത്. സംസ്ഥാന വ്യാപകമായി RSS നടത്തുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയാണ് ശനിയാഴ്ച നെല്ലായിയിൽ നടന്നത്. ഈ കേസിലെ പ്രതികളായ RSS പ്രവർത്തകരെ കോടതിയിൽ എത്തിക്കുന്നതിനിടെയായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണവും കൊലവിളിയും. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ. ഇങ്ങനെയുള്ള കുറേ ആളുകളെ ജില്ലയ്ക്ക് പുറത്തുനിന്നും RSSന്റെ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് പരിശീലനം കൊടുത്ത് ഈ ജില്ലയിൽ പല ഭാഗത്തും വിന്യസിച്ചിരിക്കുകയാണ്. അപ്പോൾ RSS അവരുടെ ലക്ഷ്യം നടപ്പിലാക്കാൻ ഈ രീതിയിൽ പുറത്തുനിന്ന് വരെ ആളെ ഇറക്കി നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതുകൂടി ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ്. നെല്ലായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 20-ന് ചെർപ്പളശ്ശേരിയിൽ സമാധാന യോഗം വിളിച്ചു ചേരുന്നതായി PK ശശി MLA അറിയിച്ചു. തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്നും CPIM നേതാക്കൾ പറഞ്ഞു. അക്രമികളെ ഒറ്റപ്പെടുത്താൻ പൊതുസമൂഹം തയ്യാറാവണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിലെ 11 പ്രതികൾക്ക് മരണം വരെ ജീവപര്യന്തവും 12 പേർക്ക് 7 വർഷം തടവും ഒരാൾക്ക് 10 വർഷം തടവും കോടതി വിധിച്ചു. അഹമ്മദാബാദിലെ പ്രത്യേക കോടതി ജഡ്ജി PB ദേശായിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. അതേസമയം കോടതി വിധിയിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് നേതാവ് ഇസാൻ ജാഫ്രിയുടെ വിധവ സാക്കിയ ജാഫ്രി പ്രതികരിച്ചു. വിധിയിൽ നിരാശയുണ്ടെന്നാണ് സാമൂഹിക പ്രവർത്തക ടീസ്റ്റ സെറ്റിൽവാദും പ്രതികരിച്ചത്. 14 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലക്കേസിൽ അഹമ്മദാബാദ് പ്രത്യേക കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. കോൺഗ്രസ് MP ആയിരുന്ന ഇസാൻ ജാഫ്രി ഉൾപ്പെടെ 69 പേർ കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെന്ന് കണ്ടെത്തിയ 24 പേരിൽ 11 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചത്. കൊലപാതക കുറ്റം ചുമത്തപ്പെട്ടവരാണ് ഈ പ്രതികൾ. മറ്റു പ്രതികളായ 13 പേരിൽ 12 പേർക്ക് 7 വർഷവും ഒരാൾക്ക് 10 വർഷവും തടവ് ശിക്ഷ വിധിച്ചു. കേസിലെ 66 പ്രതികളിൽ 32 പേരെ കോടതി നേരത്തെ കുറ്റവിമുക്തരാക്കിയിരുന്നു. തെളിവുകളുടെ അഭാവത്തിൽ പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്താൻ കഴിയില്ലെന്നും കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിധിയിൽ തൃപ്തിയില്ലെന്ന് ഇസാൻ ജാഫ്രിയുടെ ഭാര്യ സാക്കിയ ജാഫ്രി പ്രതികരിച്ചു. उनको बाकी को छोड़ दिया है कि मैं इससे संतोष नहीं, मुझे इससे संतोष नहीं. വിധി നിരാശാജനകമാണെന്നും മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും സാമൂഹ്യ പ്രവർത്തക ടീസ്റ്റ സെറ്റിൽവാദ് പറഞ്ഞു. On the attack from 9 AM right up to 5 PM, there is no reason for such leniency in sentence. In that sense, that is disappointing. We will appeal this. 2002 ഫെബ്രുവരി 28-നാണ് മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഗുൽബർഗ സൊസൈറ്റി അപ്പാർട്ട്മെന്റിന് തീവച്ച് 69 പേരെ കൊലപ്പെടുത്തിയത്. BJP, VHP, ബജ്രംഗ് ദൾ പ്രവർത്തകരായ പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു. ഗൂഢാലോചന കുറ്റം ചുമത്തണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതിനാവശ്യമായ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ സംഘത്തിനായില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുൻ മന്ത്രിയും ഇരിക്കൂർ MLA-യുമായ KC ജോസഫിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് AK ഷാജി എന്നയാൾ നൽകിയ പരാതിയിലാണ് കോടതിയുടെ ഉത്തരവ്. അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതിയിലാണ് മുൻമന്ത്രിയും ഇപ്പോൾ ഇരിക്കൂർ MLA-യുമായ KC ജോസഫിനെതിരെ അന്വേഷണത്തിന് തലശ്ശേരി വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 2011-ൽ ഇരിക്കൂറിൽ മത്സരിക്കുന്ന സമയത്ത് KC ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ നൽകിയ സത്യവാങ്മൂലത്തിൽ നൽകിയ സ്വത്ത് വിവരങ്ങളും 2016-ൽ മത്സരിക്കുമ്പോൾ നൽകിയ സ്വത്ത് വിവരങ്ങളും തമ്മിൽ വൻ വ്യത്യാസമാണുള്ളത്. മന്ത്രി, MLA എന്നീ നിലകളിൽ ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും ഭാര്യയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഒത്തുനോക്കിയാൽ പോലും 18.5 ലക്ഷത്തിലധികം തുക അധിക വരുമാനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതാണ് പരാതി. ഈ തുക അധികാര ദുർവിനിയോഗവും അഴിമതിയും നടത്തി സമ്പാദിച്ചതാണെന്നും AK ഷാജി നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. മെയ് 2-ന് ഫയൽ ചെയ്ത കേസിൽ ജൂലൈ 16-നകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോഴിക്കോട് വിജിലൻസ് DYSPക്ക് കോടതി നിർദ്ദേശം നൽകി. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന സുപ്രീം കോടതി ഉത്തരവ് ഭേദഗതി ചെയ്യാനാകില്ലെന്ന് സുപ്രീം കോടതി രജിസ്ട്രാർ. ഉത്തരവ് ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് മലാപ്പറമ്പ് സ്കൂൾ PTA നൽകിയ ഹർജി സ്വീകരിക്കാനാകില്ലെന്നും സുപ്രീം കോടതി രജിസ്ട്രാർ വ്യക്തമാക്കി. വിദ്യാഭ്യാസ അവകാശം ഉറപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് മുൻ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. PTAക്ക് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിനെയോ ഹൈക്കോടതിയെയോ ഹർജിയുമായി സമീപിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ദില്ലിയിൽ തുടക്കമായി. നാളെ മുതൽ 3 ദിവസങ്ങളിലായി കേന്ദ്ര കമ്മിറ്റി യോഗവും ചേരും. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിൻ്റെ പ്രധാന അജണ്ട. തിരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ട് സംസ്ഥാന സമിതികൾ തയ്യാറാക്കിയ റിപ്പോർട്ട് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്യും. ബംഗാളിൽ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ വിലയിരുത്തും. UDF ചെയർമാൻ സ്ഥാനം
രമേശ് ചെന്നിത്തലയ്ക്ക് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ ഇല്ലെന്ന് ഉമ്മൻചാണ്ടി അറിയിച്ചതോടെയാണ് UDF ചെയർമാൻ സ്ഥാനം ഹൈക്കമാൻഡ് ചെന്നിത്തലയ്ക്ക് നൽകിയത്. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പദവികളൊന്നും ഏറ്റെടുക്കാനില്ലെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ VM സുധീരൻ അധ്യക്ഷ സ്ഥാനവും ഒഴിയണമെന്നാണ് AI ഗ്രൂപ്പുകളുടെ നിലപാട്. UDF ചെയർമാൻ സ്ഥാനം നിർബന്ധിച്ച് ഉമ്മൻചാണ്ടിയെ ഏൽപ്പിക്കേണ്ട എന്ന തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊണ്ടതോടെയാണ് UDF ചെയർമാൻ പദവിയെ രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവരുമായി രമേശ് ചെന്നിത്തല നടത്തിയ 1 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ചെന്നിത്തല തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനം അറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് തന്നെയാണ് UDFന്റെ എപ്പോഴത്തെയും ചെയർമാൻ. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരമ്പരാഗതമായി തന്നെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത്തവണ ഞാനാണ് ഉമ്മൻചാണ്ടി ആ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ ആ സ്ഥാനത്ത് തുടരും. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, AK ആന്റണി എന്നിവരുമായി ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉമ്മൻചാണ്ടി UDF ചെയർമാൻ പദവിയും ഏറ്റെടുക്കാൻ തയ്യാറില്ലെന്ന് അറിയിച്ചത് VM സുധീരനും മാതൃകയാക്കണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായമെന്നും ഹൈക്കമാൻഡ് മുമ്പാകെ ചെന്നിത്തല അറിയിച്ചതായാണ് സൂചന. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായാണ് രമേശ് ചെന്നിത്തല സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഗ്രൂപ്പ് അതിപ്രസരമില്ലാത്ത പുനഃസംഘടനയാകും നടത്തുകയെന്ന് നേരത്തെ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം VM സുധീരൻ വ്യക്തമാക്കിയിരുന്നു. അടുത്ത മാസം കേരളത്തിലെ 50ഓളം നേതാക്കളെ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ എത്ര നേതാക്കൾ ഇനി സുധീരനെ പിന്തുണച്ച് ഹൈക്കമാൻഡിൽ നിലപാടറിയിക്കുമെന്നതാണ് നിർണായകം. പ്രതിപക്ഷ നേതൃപദവിയും UDF ചെയർമാൻ പദവിയും ചെന്നിത്തല ഏറ്റെടുത്തതോടെ അധ്യക്ഷ സ്ഥാനം A ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നു. ഉമ്മൻചാണ്ടിയുമായി ഒത്തുപോകുന്നയാൾ നേതൃസ്ഥാനത്ത് എത്തുന്നതാണ് തിരിച്ചുവരവിന് നല്ലതെന്ന് I ഗ്രൂപ്പും കരുതുന്നു. ന്യൂസ് ബ്യൂറോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ നേതൃത്വത്തിൽ റാന്നി പുതുമൺ സർക്കാർ വൃദ്ധസദനത്തിൽ റെഫ്രിജറേറ്റർ കൈമാറി. SBT മാനേജിംഗ് ഡയറക്ടർ CR ശശികുമാറാണ് റെഫ്രിജറേറ്റർ ആഗതി മന്ദിരം സൂപ്രണ്ട് ചന്ദ്രബോസിന് കൈമാറിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് SBT ഈ വർഷം സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക വിനിയോഗിക്കുമെന്നും MD അറിയിച്ചു. ഇലന്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് MB സത്യൻ, SBT കോട്ടയം റീജിയണൽ മാനേജർ വിനായകൽ കൈസർ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക രക്തദാതാക്കളുടെ ദിനാചരണത്തോടനുബന്ധിച്ച് രക്തദാനം നടത്തിയവരെ ബോബി ചമ്മണ്ണൂർ ഗ്രൂപ്പ് ആദരിച്ചു. 100ാമത്തെ തവണ രക്തദാനം നടത്തിയ ബൈജു നെല്ലിമൂടിനെയും മറ്റ് നിരവധി ബ്ലഡ് ഡൊണേഴ്സിനെയും ഡോക്ടർ ബോബി ചമ്മണ്ണൂർ പുരസ്കാരം നൽകി ആദരിച്ചു. രക്തദാന ചടങ്ങ് K. അൻസലൻ MLA ഉദ്ഘാടനം ചെയ്തു. വിൻസെന്റ് MLA മുഖ്യാതിഥിയായിരുന്നു.